എന്താ? മിഠായി പെട്ടി ക്ലാസ്സിൽ മറന്നു വെച്ചായിരുന്നു അല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ശരി അച്ചു. പിള്ളേരുടെ വിളച്ചിലിച്ചിരി കൂടുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് നിങ്ങളെ കെട്ടിയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? രാഘവമാഷ പറയുന്നതാ അതിന്റെ ഒരു നേര്. കുട്ടികൾ നന്നാവണമെങ്കിൽ ആദ്യം തന്റെയും നള്ളിയും നന്നാവണം. ഇപ്പൊ ഇത് സർക്കാർ സ്കൂളിനേക്കാളും കഷ്ടമായി. ഇമ്പോസിഷനും അടിയൊന്നും പിള്ളേർക്ക് ഒരു പേടിയില്ല. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കുന്നവരും നന്നാവണം. മുമ്പൊക്കെ ഗുരുജനങ്ങളെന്ന് വെച്ചാൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെ പോയി എന്നാ വിശാലാക്ഷി ടീച്ചർ പറയണത്? ചമഞ്ഞൊരുങ്ങി പിള്ളേരുടെ മുമ്പിൽ ചെന്ന് നിന്നാ കിട്ടുന്നതാണ് ഈ ബഹുമാനമെങ്കില് ഇനിയിപ്പൊ എനിക്ക് വേണ്ട, വയസ്സായി. ഞാൻ മാഷോടല്ല പറഞ്ഞത്. മാഷയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ഞാനൊരു സത്യം പറഞ്ഞു വെച്ച് വിശാലാക്ഷി മകർന്ന് ചാടുവൊന്നും വേണ്ട. മാഷ പോലെ ഡൈ ചെയ്ത് മുടി കറുപ്പിക്കേണ്ട ഗതികേട് ഇപ്പോ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചമയുന്നുണ്ടെങ്കിലേ അത് എന്റെ ചെലവില. അതാ അപ്പൊ നന്നായ. ടീച്ചർ എവിടെ പോയിരുന്നു? ഉച്ചയൂണ് കണ്ടില്ല? ക്യാൻറ്റീനിന്ന് കഴിച്ചു. അതെയോ? ഞങ്ങളിത് ഇവിടെ കുട്ടികളുടെ ഒരേ വിക്രികളെ കുറിച്ച് പറയായിരുന്നു. എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? 5 വർഷം. 5 വർഷമോ? രാജി നടന്നോളൂ, ഞാൻ വരാം. ശരി. ഞാൻ വന്നത് ഇയാളെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാനാ. ഇയാളെ തന്നെ. മുഖമൊന്ന് ഉയർത്തിക്കേ. കുട്ടിക്കളിയാവാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഫാദർ എന്താ പറഞ്ഞെന്നറിയോ? മേലാൽ ആ പിള്ളേർക്ക് വേണ്ടി എന്റെ അടുത്ത് വന്നേക്കരുതെന്ന്. മനസ്സിലായോ? അതിന് ഞാൻ ഇപ്പോ നിങ്ങൾ ക്ലാസ്സിലെ റാങ്ക് ആരൊക്കെയാന്നാ കേട്ടത്. തെമ്മാടത്തരത്തിനുണ്ടോ ഫസ്റ്റ് റാങ്ക്? സ്കൂളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. നല്ലൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കാം, ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കാം, യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരം ചാമ്പ്യൻഷിപ്പും വാങ്ങാം. വേണ്ടേ? നോക്ക്, എല്ലാരോടും ആയിട്ടാ പറയുന്നേ. കുരുത്തക്കേന്ന് കൂട്ടു നിൽക്കാൻ ഇനി എനിക്ക് കിട്ടില്ല. തോലച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. എടാ, ഇങ്ങനെ സംഭവിക്കും ഞാൻ വിചാരിച്ചോ? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. നീയും കൂടെ പറഞ്ഞിട്ടല്ലേ ആ ഫാദറിനോട് ചെറിയ ഡോസ്. നമ്മൾ എത്ര കാലമായി പ്ലാൻ ചെയ്യുന്ന. എന്നാലും വന്ന് എത്തിയ ഉടനെ ആ മിസ്സിനെ കൂടെ വേണ്ടായിരുന്നു. നമ്മളോട് വളരെ ഫ്രണ്ട്ലി വന്നപ്പോ നമ്മൾ ഇങ്ങനെ പെരുമാറിയത് ഏതായാലും നന്നായില്ല. മിസ് പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു സ്ഥിതി. ഇനിയിപ്പോ എന്താടാ ചെയ്യുക? നമ്മളൊക്കെ മിസ്സിന്റെ ബാഡ് ലിസ്റ്റിലാവും. ഷുവറാ. ഒരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ നീയൊക്കെ റെഡിയാണോ? ഞാൻ ഏതായാലും റെഡി. ഗുഡ് മോർണിംഗ് മിസ്. എവിടെ? അകത്തുണ്ടോ? ആര്? ഇങ്ങോട്ടിപ്പോ വരുന്നില്ലല്ലോ. അകത്ത് കേറ്റുകയില്ല. ഭയങ്കര സാധനങ്ങളാ. കുട്ടി ഏതാ? ഞാൻ മഞ്ജു, കണ്ണന്റെ സിസ്റ്ററാ. ഞാൻ മിസ്സിനൊരു സമ്മാനം കൊണ്ടാ വന്നത്. എനിക്കോ? ഒരാള് തന്നു വിട്ടതാ. അതാരാ ഒരാള്? ശരി, സമ്മാനം എവിടെ? കണ്ണേറ്റം തന്നു വിട്ടതാ. ഓ, ആ ചട്ടമ്പികളുടെ വക്കാലത്തുമായിട്ടാ വരവല്ലേ? കൊള്ളാമല്ലോ. എന്താ അവര് പിടിച്ച് തിന്നുവോ? ആ, എന്നിട്ട് എവിടെയാ വാൽമാക്രികള്? അവിടെ നിക്കാ, പാവങ്ങളാ. അയ്യടാ, നീ കൊള്ളാമല്ലോ. ഏട്ടന് പറ്റിയ പെങ്ങള് തന്നെ. നല്ല കുട്ടികളാന്നേ. ആ, ചെന്ന് പറ, ചെയ്ത തെമ്മാടിത്തരത്തിനൊക്കെ എന്റെ വക നല്ല ശിക്ഷയുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? അവരിങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട, ഞാനങ്ങ് വരുന്നു. അയ്യോ, എന്നാ ഞാൻ പോട്ടെ. എന്റെ അമ്മോ.
വരൂ വരൂ. ഇതുവരെ റെഡി ആയില്ലേ ഭവാനി? നമുക്കിറങ്ങാം. എങ്ങോട്ട്? ഷോപ്പിങ്ങിനല്ലേ? സാധനങ്ങളൊക്കെ അതിന്റേതായ രീതിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വേണം. അയ്യോ, എല്ലാരും കൂടെ പോയാൽ എങ്ങനെയാ? പകല് പോലും കള്ളന്മാരുടെ ശല്യമാ. ഒരു പട്ടി കൂടെ ഇല്ലാത്ത വീടല്ലേ. എല്ലായിടത്തും ഒരു കണ്ണ് വേണേ ഡാർലിങ്. നിമ്മി മോളെ, നിമ്മി മോളെ, ഹരിയ മോളെ. ഞാൻ റെഡി, പോകാം. എനിക്കിത് നല്ല ചേർച്ചയാ ഇല്ലേ മോളെ? ചന്തേരി സിൽക്കാ. ഇതിന്റെ ഒരു ബോർഡർ അല്ലേ? സൂപ്പർ. ആന്റിക്ക് ഇപ്പൊ ഒരു 20 വയസ്സെങ്കിലും കുറഞ്ഞ പോലെ ഉണ്ട്. റിയലി? അല്ലെങ്കിലും എനിക്ക് എത്രയായിരുന്ന മോടെ വിചാരം? പ്രായമുള്ളവരുടെ കൂടെ നടക്കുമ്പോ എനിക്കും അങ്ങനെ അങ്ങ് തോന്നുന്നതല്ലേ. ഞങ്ങള് തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസം. 20 years. ഇതേ സംസാരിച്ച് നിൽക്കാതെ വേഗം ഇറങ്ങിക്കോളൂ ഭവാനി. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. സാധനങ്ങളെ ലിസ്റ്റൊക്കെ എടുത്തിട്ടില്ലേ നിമ്മോളെ? അല്ല, അങ്കിള് വരുന്നില്ലേ? ഷോപ്പിങ്ങിന് ലേഡീസ് ആണ് കറക്റ്റ്. ആ വാതിലൊക്കെ അടച്ചേക്കണേ. കണ്ണ് തെറ്റി അകത്ത് കയറുന്ന കുറെ കള്ളക്കൂട്ടങ്ങളില്ലേ പുറത്ത്. വാ മോളെ. ഷുവർ ഷുവർ. ഈ വായി നോക്കിയുടെ കാര്യം. ഹായ് മിസ്. ആഹാ, എവിടെയാ തെമ്മാടികള്? ദേ കാണട്ടെ കാണട്ടെ, എല്ലാരും ഒന്ന് ശരിക്ക് കാണട്ടെ. നീ വാ മോളെ. എന്തൊക്കെയാ പുതിയ ഓപ്പറേഷൻ? ഞങ്ങള് വെറുതെ. അങ്ങനെ വെറുതെ എന്നാ പറ്റില്ലല്ലോ. നടക്ക് നിമ്മി മോളെ. ഈ പിള്ളേരോട് കിന്നാരം പറഞ്ഞോണ്ട് നിന്ന. അവരും കൂടെ വന്നോട്ടെ ആന്റി. സാധനമൊക്കെ എടുക്കാൻ ആള് വേണ്ടേ? മോക്ക് ഇവന്മാരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാ. ദേ കുഴപ്പമുണ്ടാക്കുവോ? ആന്റി പറയുന്ന ഒക്കെ അനുസരിച്ചോണം. അതിങ്ങ് തന്നേരാ ആന്റി. മാറി നിക്കേക്ക, ഡിസ്റ്റർബ് ചെയ്യാതെ. നിങ്ങളൊക്കെ ചേർന്ന് ആന്റിക്ക് ഒരിക്കലും സ്വൈര്യം കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ആന്റിക്ക് നിങ്ങളോട് ഇത്ര സ്നേഹം. ആന്റി നിങ്ങൾക്ക് വലിയ ഇഷ്ടാ. ആന്റിയുടെ അത്രയും തഴച്ചു വളർന്ന തലമുടി വേണമായിരുന്നു അമ്മ എപ്പോഴും പറയല്ലോ. അമ്മക്ക് വലിയ ഇഷ്ടാ. ആന്റി ആരോടും മിണ്ടാ വരാഞ്ഞിട്ടല്ലേ? ഓ, മോളുടെ അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞോ? ഒരിക്കലല്ല, ഒരു 100 തവണ. ആന്റി എന്തിനാ തേക്കണെന്ന് ചോദിക്കണമെന്ന് അമ്മയോട് എപ്പോഴും പറയല്ലോ. രാബരാ. നൈസ് ഗേൾ. കൂടെ എടുത്തോളൂ. ബാസ്കറ്റ് പിടിക്കൂ, പിടിക്കൂ. നടക്കൂ നടക്കൂ, വേഗം നടക്കൂ. എന്താ കുട്ടികളെ? മോക്ക് ഏത് സോപ്പാ ഇഷ്ടം? പാമോലിവാ? എനിക്കും അത് തന്നെയാ. ദാ കുടിക്കൂ. എടുക്കല്ലേ? 1 മാസത്തെ കൊള്ളാം എടുക്കാം. എപ്പോഴും വരാൻ കഴിയില്ല. ഈ ഷാമ്പു നല്ലതാ. ഇതും കുറച്ചെടുക്കട്ടെ. ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തോളൂ. ഞാനേ ആ മീൻ സ്റ്റാൾ വരെ ഒന്ന് പോയിട്ട് വരാം. വേഗം വേണം. സ്റ്റൈലനല്ലേ? നേരെ ജപ്പാനാ. $858.40. ഓ, ചില സാധനങ്ങൾ ബില്ലിൽ ചേർക്കാൻ വിട്ടുപോയല്ലോ. ഇല്ല, എല്ലാം കൂടി 46 ഐറ്റംസാ. എണ്ണയും ഞാനാ. ജിജു എന്താ എടുത്തേ? കാസറ്റ് അല്ലേ? 1 2? എത്രയാ? സ്വീറ്റ്സ് എത്ര എടുത്തേ? എണ്ണം പറഞ്ഞു കൊടുക്കട്ടിങ്കു. മഞ്ജുനും കൂടെ എടുക്കായിരുന്നില്ലേ? വേണോ മോക്ക്? ഒരെണ്ണം കൂടെ എടുക്ക്. അപ്പൊ ആകെ 2 എണ്ണം. ഷാവുലെ, ഞാൻ ചോദിച്ചിട്ട് വേണോ? എന്താ എടുത്തത്? അങ്ങനെ വരില്ലല്ലോ. ഗുഡ്. ഇതാ, ഇത് കണ്ടുപഠിക്കേ. ഷാവുലിന് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തോളൂ. അങ്ങനെ ആയാലോ?
ഷാഹുൽ ഇതിരിക്കട്ടെ, എന്റെ വക. കൂട്ടത്തിലെ നല്ല ആൾക്കാർക്കല്ലേ പൂക്കൾ കൊടുക്കുക. ഹലോ ചേച്ചി, ജവഹർ കോളനിയിൽ നമ്പർ വീണു. ഒരു പ്രഷർ കുക്കർ. അടുത്തതിന് മിക്സ് ചെയ്യാ. ഒരു നമ്പർ ചെയ്തിട്ടെ. എന്റെ കുട്ടപ്പ വേണ്ട. എന്നാ അതിന്റെ അടുത്തേനാകാം. അത് ഫ്രിഡ്ജാ. അവരുടെ ഫ്രിഡ്ജാ, മറക്കല്ലേ, ഫ്രിഡ്ജാ. നമസ്കാരം ഉണ്ണിത്താൻ സാർ. ഇതെന്താ ഇപ്പൊ ഇതിലൊരു മണി? എന്റെ കാറ് എന്റെ വഴി, എനിക്ക് ആരുടെ അഭിപ്രായം വെച്ചില്ല. പോയാട്ടെ. പുതിയ പാർട്ടി എത്തിയിട്ടുണ്ടല്ലേ? സേക്രഡ് ആർട്ട് സ്കൂളിൽ മ്യൂസിക് ടീച്ചർ, പേര് നിർമ്മലാ മേനോൻ. ഒന്ന് കാണണമല്ലോ. എന്റെ ഗൃഹലക്ഷ്മി ഹോം ഒരു ഗൃഹലക്ഷ്മി അപ്ലയൻസസ്. ആ പുതിയ കക്ഷിയെ ചുമ്മാ അങ്ങ് വിളിക്കണം സാറേ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടട്ടെ. ഒരു നമ്പർ തരാൻ അവർക്കും താല്പര്യം കാണുമല്ലോ. തന്റെ ഒരു നമ്പർ ഈ കാലിപ്പെട്ടികൾ വണ്ടിയിൽ കെട്ടിവെച്ച് ആളെ പറ്റിച്ച് നടക്കുന്നില്ല. തന്റെ നമ്പർ പോ. ഈ കുട്ടിയെ കിട്ടില്ല. വേണ്ട, കുട്ടിയുടെ ചിലവിൽ വെട്ടി വിരിഞ്ഞങ്ങ് കൂടിക്ക് വരണം. പക്ഷെ എന്റെ ഗൃഹലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. നമസ്കാരം, ഞാൻ കുട്ടപ്പൻ. നമ്പർ കുട്ടപ്പൻ എന്നെല്ലാരും വിളിക്കും. നമ്പരോ? അതെ, ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് സ്കീമിൽ നിങ്ങൾ എടുക്കുന്ന ഒരു നമ്പറിന് ഒരു വർഷം തികയുമ്പോൾ തുകയുടെ ഇരട്ടി വരെയുള്ള ഒരു ഗൃഹോപകരണം നിങ്ങളുടെ വീട്ടിലെത്തുന്നു. നറുക്കിൽ നമ്പർ വീണാൽ പിന്നെ പണം എടുക്കാൻ വേണ്ട, ഫുൾ ഫ്രീ. ഒരു നമ്പറേ തെറ്റ്. നിമ്മി മോളകത്ത് പോ. ആള് മഹാ ഫ്രോഡാ. സിംഗപ്പൂരിലെ ഫ്രോഡ് പരിപാടികൾ ഞാനിവിടെ വിളമ്പണോ? കുട്ടപ്പനെ പറ്റല്ലേ, നമുക്കെല്ലാം ശരിയാക്കാം. എന്നെ മറക്കല്ലേ, ഞാൻ വീണ്ടും വരാം. ഇതിനി ഓടുവോ? പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാന്നേ കാർബേറ്റിൽ കരട് കയറിയതാ. സാരല്ല. ഓ, ഒരു മെക്കാനിക്. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ വേണ്ട, തള്ള വിളിക്കരുതേ. ഓട്ടോ. നേരത്തെ ഇങ്ങ് പോന്നോ? നേരത്തെയോ? മണി 9:30. ഒരൊറ്റ ഓട്ടോ ഇല്ല, ബസ് ഒന്നും നിർത്തുന്നുമില്ല. ആഹാ, പട്ടാളം മുഴുവനും ഉണ്ടല്ലോ. വരുന്ന വഴിക്ക് ആരെയും കണ്ടില്ലല്ലോ. അയ്യോ, ട്യൂഷൻ, മാത്സിനും സയൻസിനും സ്പെഷ്യൽ കോച്ചിങ്. ആ, നിങ്ങൾ വിട്ടോ. അടുത്ത ബസ് ചാടിക്കറി ഞാനങ്ങ് വന്നോളാം. പൊക്കോ. ചിലപ്പോഴിങ്ങനെ അല്ലേ? മിസ് സൈക്കിൾ ഓടിക്കോ. എന്താ പറ്റാത്തത്? പക്ഷെ ഈ ചെറുത് വേണ്ട. ഷാവുൽ ഇറങ്ങി ജിജോയുടെ സൈക്കിളിൽ കേറ്. കേറ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അപ്പൊ മാഷ് നന്നാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതിപ്പോ പോയിക്കോ. ഓരോരോ വിധികളെ. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
അതേതാ യൂണിഫോം ഇടാത്ത വലിയ കുട്ടി? അത് നമ്മുടെ പുതിയ മ്യൂസിക് ടീച്ചറാ. ഗുഡ് മോർണിംഗ്. നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ. സൈക്കിളും ഒക്കെ ഓടിച്ച് 10ാം ക്ലാസ്സിലെ വത്സ ഫിലിപ്പാന്നാ കരുതിയത്. ആ കുട്ടിയുടെ അതേ ശരീരപ്രകൃതി. എന്നാലും സൂക്ഷിക്കണം ടീച്ചറെ, അവന്മാരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന ആ ഭംഗി. ഞങ്ങളൊക്കെ നെയ്ബേഴ്സാ, നല്ല കുട്ടികൾ. നല്ല കുട്ടികള്. ഏതായാലും ഇതല്പ കടന്ന കൈയായി പോയി. ഒരുമാതിരി പിക്നിക്കിന് പോന്നോല സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നത്. കഷ്ടം. കുട്ടികളോടൊപ്പം കളിച്ചു നടന്നാലും ഞാൻ തന്നെയാ ടീച്ചറെ. നന്നായി. രാവിലെ ബസ്സും കിട്ടാണ്ട് ഓടിപ്പിടിച്ച് വന്നപ്പോഴാ ടീച്ചറിന്റെ ഒരു... അല്ല, നിർമ്മല ടീച്ചർ എന്താ ഇന്ന് ടേപ്പ് റെക്കോർഡറൊക്കെ ആയിട്ട്? ഇന്ന് തൊട്ട് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിക്കുക. എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോ ഇനി ഇവിടമാകെ സംഗീത സാന്ദ്രമാകുമെന്ന് അർത്ഥം. നടനം സ്ഥലഫലമതി ഗാനാമൃതം ഗജേന്ദ്രവാരിധി പരമശിവം. ആഹാ,